ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC 2024 പല ഉദ്യോഗാർത്ഥികളും എന്നേക്കുമായിട്ട് PSC പഠനം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞ രണ്ട് കാരണങ്ങളാണ്. ആ കാരണങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് ഞാനിനി PSC പഠിക്കണോ, അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് നവംബർ ഡിസംബർ മാസത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി പ്രിപ്പയർ ചെയ്യണോ അല്ലെങ്കിൽ പഠനം നിർത്തണോ എന്നൊക്കെയുള്ള കുറേ വ്യാകുലതകൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ആ കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആരാണ്? PSC തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാരണമാണ് PSCയുടെ ഈ പ്രാവശ്യം. നിങ്ങൾക്കറിയാം, കുറച്ച് നാളുകളായിട്ട് PSC എക്സാമുകളിൽ 100 മാർക്കിൽ ഇന്നേ വരെ എന്ത് വന്നിട്ടില്ല, ചോദ്യങ്ങൾ വന്നിട്ടില്ല. കാരണം എന്താണ്, നിലവിലൊരു 100 മാർക്കിൻ്റെ OMR എക്സാമിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണ് നിലവിൽ ഒരു 5 മാർക്കെങ്കിലും ഡിലീഷനും 3 മാർക്ക് ക്യാൻസലേഷനുമായിട്ട് ഏകദേശം ഒരു 8 മാർക്ക് എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സാമിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് 100 ചോദ്യവും അതിൻ്റെ ഉത്തരവുമെങ്കിലും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. അതേപോലെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രൊവിഷണൽ ആൻസർ കീ എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ട് ഇടുന്നത്? അത് വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, 1-2 ദിവസം എടുത്തോട്ടെ, അതിനുശേഷം എന്ത് ചെയ്യുക, പ്രൊവിഷണൽ ആൻസർ കീ എന്ത് ചെയ്യുക, ഇടാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ PSC ഒരു എക്സാം നടത്തി കഴിഞ്ഞ് അന്ന് തന്നെ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വരുന്നു. വളരെ നല്ല കാര്യമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഇടുന്ന ആ 100 ചോദ്യങ്ങളും ആ 100 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ PSCക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് പറ്റണം. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പരീക്ഷ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നേ വരെ ഇപ്പോൾ PSCക്ക് എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. എപ്പോഴും എന്താണ് 5ഉം 6ഉം ചോദ്യങ്ങൾ അല്ലെങ്കിൽ 7ഉം 8ഉം ചോദ്യങ്ങളൊക്കെയാണ് ക്യാൻസലേഷനും ഡിലീഷനും ഒക്കെ ആയിട്ട് പോകുന്നത്. അത് തന്നെയാണ് ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ വിഷമത്തിലേക്ക് കൊണ്ടുപോയ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. അതിനുശേഷം 21 ദിവസം കഴിയുമ്പോൾ ഫൈനൽ ആൻസർ കീ ഇടും. അന്നാണ് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ഉദ്യോഗാർത്ഥികളും പ്രൊവിഷണൽ ആൻസർ കീ കണ്ടതിന് ശേഷം എന്താണ്, നിലവിൽ കൊള്ളാവുന്ന ഒരു മാർക്കൊക്കെ കൂട്ടി വച്ചേക്കണേ ആയിരിക്കും. ഇപ്പൊ തന്നെ നമുക്കറിയാം, കൊല്ലം കണ്ണൂരിൻ്റെ ഒക്കെ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. കാരണം എത്രയോ മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോഴും അവർ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അതിൻ്റെ അകത്ത് മാറുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് വല്ലാത്തൊരു എന്താണ് PSC ചെയ്യുന്ന ഭയങ്കര ഒരു കൊടും ക്രൂരത തന്നെയാണ്. കാരണം അവർ ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഓരോ എക്സാം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിച്ച് കുത്തിയിരുന്ന പല ആളുകളുടെ പ്രഹസനങ്ങളും അവരുടെ എന്താണ് കുറ്റം പറച്ചിലുകളും അതേപോലെ തള്ളിപ്പറച്ചിലുകളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ജോലി കിട്ടും എന്നുള്ള ആ ഒരു ആഗ്രഹവുമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അത് എന്നേക്കുമായിട്ട് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ഫൈനൽ ആൻസർ കീ ആയിരിക്കും മിക്കവാറും ഈ കുറച്ച് നാളുകളായിട്ട് PSC എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ദൈവത്തെ വിചാരിച്ച് ഇനിയെങ്കിലും എന്ത് ചെയ്യുക, 100 ചോദ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഉത്തരങ്ങളും ഇടാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പ്രൊവിഷണൽ ആൻസർ കീ 100% എന്ത് ചെയ്യുക, ഫൈനൽ ആൻസർ കീയോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു പ്രൊവിഷണൽ ആൻസർ കീ ഇടാനായിട്ടും PSC ശ്രമിക്കുക. അതൊരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിങ് ആണ്. വളരെയധികം ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഓൺലൈൻ കോച്ചിങ്, അതേപോലെ തന്നെ ഓഫ്ലൈൻ അത്രയും പറഞ്ഞിട്ടില്ല, ഓൺലൈൻ കോച്ചിങ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യം മാത്രമാണ് ഈ പറയുന്ന, അതൊരു കുറ്റമായിട്ടല്ലാട്ടോ മക്കളെ ഞാൻ ഈ പറയുന്നത്. കാരണം പൈസ കൊടുത്ത് നമ്മളൊരു കോച്ചിങ്ങിന് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ വാഗ്ദാനങ്ങൾ നൽകിയത് അതെങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക. പല ഉദ്യോഗാർത്ഥികളും അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്, ഒരാളുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറയത്തില്ല ഇഷ്ടമാണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത്രയധികം എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കൊണ്ട് കൊട്ടി ആഘോഷിച്ച് സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണായി. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്താണ്, ഒരു സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇല്ല എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹമെങ്കിലും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് വേണമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ഗവൺമെൻറ് ജോലി നേടിത്തരാം, ഞങ്ങളുടെ കൂടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താണ്, ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും,
അതേപോലെ തന്നെ എന്താണ് മറ്റെന്തെങ്കിലും കൂലിപ്പണികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും നിലവിൽ ഈ പറയുന്ന ഫീൽഡിലേക്ക് വരുന്ന ആളുകൾ. അല്ലെങ്കിൽ നിലവിൽ എന്താണ് ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ, അതായത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉറപ്പായിട്ടും ഈ ജോലി വാങ്ങിത്തരും. LDCയുടെ ഒക്കെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രഹസനങ്ങളാണ് ഇറക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രഹസനങ്ങൾ, അതായത് വാഗ്ദാനങ്ങൾ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ നൽകാതിരിക്കുക. അല്ലെങ്കിൽ കാശ് വാങ്ങാതെ കോച്ചിങ് ചെയ്യേണ്ടി വരും. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന വാഗ്ദാനങ്ങൾ, അതായത് 24 hours ഹെൽപ്പ് ഡെസ്ക്, അതേപോലെ തന്നെ പേഴ്സണൽ മെൻറ്റർ, അതേപോലെ തന്നെ എന്താണ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് പക്ക ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ ക്ലാരിഫൈ ചെയ്ത് തരും. ഓൺലൈൻ എന്താണ് നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസ്, അതിൻ്റെ അകത്ത് എന്താണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയറൻസ്, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും നൽകാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഉദ്യോഗാർത്ഥികളും ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കയറുന്നത്. അതിനുശേഷം അവരയക്കുന്ന ഒരു മെസ്സേജിന് പോലും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി തരുന്നത്? ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇങ്ങനെയുള്ള ഓൺലൈൻ കോച്ചിങ്ങിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ മാത്രമാണ് ഓരോ ഉദ്യോഗാർത്ഥികളും ക്ലാസ് എടുക്കുന്നുള്ളൂ. ഡെയിലി നിങ്ങൾക്ക് ഒരു ക്ലാസ് വെച്ചാണ് തന്നത്. അങ്ങനെയാണ് നമ്മൾ 75 ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ആക്കിയത്. അങ്ങനെ ഈ 75 ഹോട്ട് ടോപ്പിക്സ് ഒരു ദിവസം 1.25 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം വരുന്ന ക്ലാസ്സാണ് വന്നിട്ടുള്ളൂ. അങ്ങനെ ഈ പറയുന്ന 60ഓളം ക്ലാസ്സുകളിൽ നിന്ന് ഏകദേശം 65+ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത് LDC 2024 ഈ 4 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ചോദിച്ചത്. ഓക്കെ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ 10ഉം 15ഉം ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോ ക്ലാസ് വെച്ച് എടുക്കുമ്പോൾ ഒരു ദിവസം 5ഉം 6ഉം 7ഉം മണിക്കൂറൊക്കെ ക്ലാസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥിക്ക് അത് കണ്ടു തീർക്കാനോ അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്യാനോ പറ്റത്തില്ല. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങളൊരു ഫാക്കൽറ്റി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 5 ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ 6 ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? അത് ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ അവർക്കത് പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. ഒരു റോബോട്ട് ആണെങ്കിൽ പോലും എന്ത് ചെയ്യും, ചിലപ്പോൾ അത് കുഴഞ്ഞു വീണ് മരിക്കും. കാരണം അത്രത്തോളം കണ്ടന്റ് ആണ് ഓരോ ദിവസം തരുന്നത്. അതിനുശേഷം ഈ കണ്ടന്റിൽ നിന്ന് ഞങ്ങൾക്ക് 60 മാർക്ക് വന്നു 50 മാർക്ക് വന്നു എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ അകത്തുള്ളത്? അങ്ങനെ എല്ലാവർക്കും പറ്റും. അപ്പോൾ നിങ്ങൾ ഇനിയാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക മക്കളെ, PSC നമുക്ക് വ്യക്തമായിട്ടൊരു സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസ് അനുസരിച്ച് മര്യാദയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്നുള്ളത് കഴിഞ്ഞ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് തന്നെ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് ഇഷ്ടം പോലെയാണ്. യൂട്യൂബിലാണെങ്കിലും അതേപോലെ തന്നെ എന്താണ് ഇൻ്റർനെറ്റ്, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അതിനേക്കാൾ വലിയൊരു ടീച്ചർ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടാനില്ല. കാരണം എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതാണ്, അതായത് എന്താണ് ChatGPT, അതേപോലെ തന്നെ എന്താണ് ആമസോണിൻ്റെ അലക്സ, ഇതൊക്കെ ഇതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു പ്ലാറ്റ്ഫോം. അതായത് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അതിന് വ്യക്തമായിട്ടൊരു ഉത്തരങ്ങൾ, അതായത് ക്ഷണനേരം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടാനായിട്ട് പറ്റും. അത് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ, ഏത് ലാംഗ്വേജിൽ വേണോ ആ ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടി വിശ്വാസ്യതയോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന പല ഉദ്യോഗാർത്ഥികളും ഈ പഠനം നിർത്താനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നിലവിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചേരും. അതേപോലെ തന്നെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബിഗിനേഴ്സാണ്, അവർക്ക് അറിയത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, നിലവിൽ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോകും. അതേപോലെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി രണ്ടും വാങ്ങും. PSC ബുള്ളറ്റിൻ അതും വാങ്ങും. അതുകൂടാതെ തന്നെ ഈ പറയുന്ന യൂട്യൂബിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ പല പല വീഡിയോസ് ഇങ്ങനെ സെർച്ച് ചെയ്യും. ആ വീഡിയോസ് സെർച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കും, ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതേപോലെ തന്നെ എന്താണ് ഈ ഓൺലൈനിലെ കാര്യങ്ങൾ പഠിക്കും. ഇതെല്ലാം കൂടി അവസാനം ഒരു അവിയൽ പരിവാകും. ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കഴിയുമ്പോൾ ഈ 4 ഓപ്ഷൻ നോക്കി കഴിയുമ്പോൾ ഈ 4 ഓപ്ഷനും ചിലപ്പോൾ എന്ത് ചെയ്തേണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കേട്ടതായിരിക്കും. അതിൽ നിന്നും കറക്റ്റായിട്ട് ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ പോയതാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് LDC 2024 4 സ്റ്റേജിലെ ഉദ്യോഗാർത്ഥികൾക്ക് പറ്റിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇനിയും നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത്, കാരണം നിങ്ങൾക്ക് 10 പൈസ മുടക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ 100 ദിവസത്തെ
സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ ബാച്ചാണ്. നിങ്ങൾക്ക് എന്താണ് പൈസ ഒന്നുമില്ല, പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സും അതേപോലെ തന്നെ എന്താണ് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ്. അതായത് എന്താണ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാനും അതേപോലെ കറക്റ്റായിട്ട് എക്സാംസ് എഴുതുക, കറക്റ്റായിട്ട് പോൾ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒക്ടോബർ 11 നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് SCRT ഉൾപ്പെടുത്തുന്നുണ്ട്, NCRT ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ശ്രീധര മേനോൻ്റെ ഹിസ്റ്ററി അത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള ബുക്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് വേണ്ടി മാക്സിമം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടത് എന്താണെന്നുള്ളത് അറിയുക, അത് മാത്രം എന്ത് ചെയ്യുക, പഠിച്ച് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോലി വാങ്ങാനായിട്ട് ശ്രമിക്കുക. അത് തന്നെയാണ് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ഓരോ ബാച്ചുകളിൽ നമ്മൾ ചെല്ലുമ്പോഴാണെങ്കിലും കണ്ടന്റ് വൈസ്ഡ് കുറേ കാര്യങ്ങൾ എല്ലാം നല്ലതാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ന് പഠിച്ച് തീരാനാണ്? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയൊരു കണ്ടന്റ് നിങ്ങൾ ഇരുന്ന് പഠിച്ച് അത് ഏത് ലെവലിൽ നിങ്ങൾ അത് റിവിഷൻ ചെയ്ത് എന്ന് നിങ്ങളത് കറക്റ്റായിട്ട് എക്സാം കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാനായിട്ട് പറ്റും? ഒരു കാരണവശാലും പറ്റത്തില്ല. എന്താണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു കണ്ടന്റ് ആണത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 100 ദിവസത്തെ ഞാനൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഹോട്ട് ടോപ്പിക്സ് ആണ്, 100 ദിവസത്തെ ഹോട്ട് ടോപ്പിക്സ് 100 ഡേ. അപ്പോൾ അതിൻ്റെ അകത്ത് മാക്സിമം കണ്ടന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഏകദേശം 1 മണിക്കൂറോളം വരുന്ന ക്ലാസ്സുകളായിരിക്കും മിക്കവാറും വരുന്നത്. അതിൻ്റെ PDF നോട്ടും മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കും. അതേപോലെ തന്നെ എന്താണ് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പോൾ ഉണ്ടാവും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാച്ച് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോട്ട് നിങ്ങൾ വായിക്കുന്നു, നോട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാം എന്ത് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒന്ന് വായിച്ചതിന് ശേഷം അന്നത്തെ ദിവസം അവസാനിക്കുന്നു. 7 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ 3 ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങളായിരിക്കും റിവിഷൻ വരുന്നത്. അതിൻ്റെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു ഒരു സ്ട്രക്ചറോട് കൂടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ മുന്നോട്ടേക്ക് പോകുന്നത്. 100 ദിവസമേ ഉള്ളൂ, 100 ടോപ്പിക്ക്. ഞാൻ ഒരിക്കലും എന്നെ ഫോളോ ചെയ്യാനായിട്ട് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് നമ്മൾ 75 ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, റാപ്പിഡ് റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, മിഷൻ LDC 100 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ എന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ അവസാനം വരെ നമ്മളത് കൊണ്ടുപോയി എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വൈൻഡപ്പ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും നിർത്തിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലാണ് വൺ ക്ലിക്ക് PSC എന്നുള്ളത്. വെറുതെ നിങ്ങൾ എന്ത് ചെയ്യുക, വൺ ക്ലിക്ക് PSC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ഇട്ടേക്കാം, ഒന്ന് പോയി ജോയിൻ ചെയ്യുക. കാരണം ഇതിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ബോളൊക്കെ അവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബാച്ചിലേക്ക് ചേരാൻ താല്പര്യമില്ലാത്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും, കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഫീ ഒന്നുമില്ല, ഫുൾ ഫ്രീ ആണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. 100 ദിവസത്തെ സ്റ്റഡി പ്ലാനും അതേപോലെ തന്നെ ഈ പറയുന്ന 100 ദിവസത്തെ ക്ലാസ്സും. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ ലിങ്ക് കിടക്കുന്നുണ്ട്, 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ്റെ. അപ്പോൾ ആ ഒരു പ്ലാനെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിൽ പഠിച്ചോ മക്കളെ, കുഴപ്പമില്ല. കാരണം എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി വാങ്ങുക. കാരണം നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ജോലിയാണ്. അതിന് വേണ്ടിയിട്ട് വെറുതെ അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ വലിച്ചു വാരി പഠിച്ച് വെറുതെ സമയം കളയാനായിട്ടുള്ള സമയം നിങ്ങൾക്കില്ല. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം അതായത് പ്രിലിംസ് എന്തായാലും ഈ ഒരു LDC നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് വന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം മെയിൻസിലേക്ക് വരുമ്പോൾ കേരള ഗവേണൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അതുകൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഒരു ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആഗ്രഹമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് നയിക്കുന്നതും. അതേപോലെ തന്നെ നമ്മുടെ സിറ്റുവേഷൻ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ എന്താണോ നിങ്ങൾ നിലവിലുള്ള നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്, അതിൽ നിന്നും അതായത് നിങ്ങളുടെ പരിധികളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇറങ്ങുക. അതായത് നിങ്ങളുടെ സേഫ് സോണിൽ നിന്നും നിങ്ങൾ ഇറങ്ങി പുറത്തേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇനിയും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല പ്രതിസന്ധികളിലൂടെയും പല പല പ്രശ്നങ്ങളിലൂടെയും പോയ ഉദ്യോഗാർത്ഥികളായിരിക്കും ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെക്കുറിച്ച് ആലോചിച്ച് നിന്നിട്ട് ഇനി കാര്യമൊന്നുമില്ല. അത് പോട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓരോ അനുഭവങ്ങളാണ്. ഓരോ എക്സാമുകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ മാത്രം അതിനെ കണ്ടാൽ മതി. തെറ്റുപറ്റാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ തെറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, തിരുത്തി ശരിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ ഒന്ന് നിങ്ങൾ ഒരാഴ്ചയെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടേതായിട്ട് ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റും. വേണ്ടത് എന്താണെന്നുള്ളത് വേണ്ടത് മാത്രം പെട്ടെന്ന് പഠിച്ച് റിവിഷൻ ചെയ്ത് എക്സാമുകൾ എഴുതുക. അത് തന്നെയാണ് ജോലി വാങ്ങാനുള്ള ഏറ്റവും വലിയൊരു ഇത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്തോ, ആ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തോ. ഒക്ടോബർ 11-ാം തീയതി നമ്മൾ ഉറപ്പായിട്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഒക്ടോബർ 11 തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർത്താൻ പോവുകയാണെങ്കിൽ ഒരിക്കലും നിർത്തരുത്. നിങ്ങളുടെ സ്വപ്നം ഒരു ഗവൺമെൻറ് ജോലിയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അതേപോലെ കിടിലമായിട്ട് തന്നെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. റിവിഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ റിവിഷൻ മസ്റ്റാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എക്സാംസുകൾ എഴുതി നമ്മുടെ നിലവാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഓരോ ദിവസവും മുന്നോട്ടേക്ക് പോവുക. നമ്മളെ സഹായിക്കാൻ എപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ നിഴൽ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും എന്താണ് അരക്കിട്ട് ഉറപ്പിച്ചോ. നമ്മളെ കൂടെ നമ്മൾ മാത്രമുള്ളൂ, കൂടെ ഈശ്വരനും. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, പഠിച്ച് റിവിഷൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. പുതിയൊരു